അനധികൃത പരോൾ അനുവദിക്കലിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. അടിയന്തര പ്രാധാന്യമില്ലെന്ന് സ്പീക്കർ. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമെന്ന് മന്ത്രി എം പി രാജേഷ്. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം. സർക്കാരിന് സൗകര്യമില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യില്ലെന്ന നിലപാടെന്ന് വി ഡി സതീശൻ. ചർച്ച ചെയ്യില്ലെന്ന് അറിഞ്ഞാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ തയ്യാറാക്കിയതെന്ന് സ്പീക്കർ. വിരട്ടാൻ നോക്കേണ്ടെന്നും ഓടുപൊളിച്ചു വന്നവരല്ലെന്നും ശിവൻകുട്ടി. സ്വർണ്ണക്കള്ളന്മാർ പോയത് സോണിയാഗാന്ധിയെ കാണാനാണെന്നും മന്ത്രി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. വ്യവസായി സിജെ റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. മരണം ചർച്ച ചെയ്യാൻ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഹൈബി ഈഡൻ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ സമ്മർദ്ദത്തിൽ ഒട്ടേറെ വ്യവസായികൾ NDA ഭരണകാലത്ത് ആത്മഹത്യ ചെയ്തുവെന്ന് ആക്ഷേപം. റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചതായി നിർണായക ഡയറിക്കുറിപ്പ്. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കെതിരെ പാർലമെന്റിന് മുന്നിൽ കേരള MP-മാരുടെ പ്രതിഷേധം. ആശാവർക്കർമാരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ നോട്ടീസ് നൽകി പി ശിവദാസൻ MP. അതിവേഗ റെയിലിനായി പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് E ശ്രീധരൻ. പൊതുജനങ്ങൾക്കിടയിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ലക്ഷ്യം. ആദ്യ യോഗം 15-ന് മലപ്പുറത്ത്. ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. PV അൻവർ ബേപ്പൂർ UDF സ്ഥാനാർത്ഥി. പിണറായിയുടെ വർഗീയ നിലപാടുകളും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് അൻവർ. സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഇന്ന് കോൺഗ്രസിന്റെ നിർണായക ചർച്ച. 4 സീറ്റ് തിരികെ വേണമെന്ന നിലപാടിൽ കോൺഗ്രസ്, 10 വേണമെന്ന നിലപാടിൽ PJ ജോസഫ്. ശബരിമല കട്ടിളപ്പാളി കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചത് SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായിരിക്കെ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വാദം കേൾക്കും. N വാസു വീണ്ടും റിമാൻഡിൽ. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന് പാകിസ്ഥാൻ. തീരുമാനം ബംഗ്ലാദേശിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് കൊളംബോയിലേക്ക് പോകുമെന്നും മത്സരം ഉപേക്ഷിക്കുന്നതുവരെ സ്റ്റേഡിയത്തിൽ തുടരുമെന്നും ടീം ഇന്ത്യ. ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന തീരുമാനം ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് ICC.